ആരിഫ് ഹുസൈൻ്റെ ഉമ്മ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു അമ്മയും താൻ അത്രയും വേദന സഹിച്ച് പ്രസവിച്ച കുട്ടിയെ വെറുക്കില്ല. അതൊരു പ്രകൃതി നിയമം പോലെയാണ്. രക്ഷിതാക്കൾക്ക് അത്രയും വയസ്സായാലും തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് അന്വേഷിക്കുകയും കഴിയുന്ന പോലെ കഴിക്കാൻ എടുത്തു തരികയും ചെയ്യും. എന്നാൽ ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നതും. എന്നാൽ ആരിഫ് ഹുസൈൻ എന്ന നവോത്ഥാന നായകൻ എന്ന് സ്വയം വിളിക്കുന്ന വ്യക്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യാനിരിക്കുന്നവരുടെ കൂടെ കൂടി 10 കാശിന് വേണ്ടി നാരദൻ്റെ പണിയെടുക്കുന്ന ഇയാൾക്ക് വേറെ എന്തൊക്കെയോ പേരാണ് ചേരുക. ആരിഫിൻ്റെ മാതാവ് ഒരു യൂട്യൂബർക്ക് നൽകിയ ഫോൺ സന്ദേശമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? ആരിഫ് ഹുസൈന്റെ ഉമ്മയല്ലേ? അതെ. എങ്ങനെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിട്ട് പോന്നോ? എന്റെ പേര് ഹസൻ എന്നാണ്. ഞാന് ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനെ കുറിച്ച് ഉമ്മാടുത്തൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാണ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനലിൽ വന്നിരുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, ഈ ചെറുപ്പകാലത്ത് ആരിഫ് ഹുസൈന് പട്ടാളത്തിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ മുസ്ലിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കാഫിരീങ്ങളുടെ പട്ടാളത്തിൽ ചേരാൻ പാടില്ല, അതൊക്കെ പിന്നെ ഭയങ്കര തെറ്റാണ്. അങ്ങനെ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങളായ പാകിസ്ഥാനി പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു മുസ്ലിമിനെ കൊന്നാൽ അവന് വലിയ ശിക്ഷയാണ് എന്ന രീതിയിലാണ് ഈ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ആരിഫ് ഹുസൈൻ പറയുണ്ടായി. അപ്പം ഉമ്മ അയാളെ നിന്ന് പ്രസവിച്ചതായതുകൊണ്ട് ഒരു മകൻ, പ്രത്യേകിച്ച് വാപ്പമാരെക്കാളും മക്കൾക്ക് അടുപ്പം ഉമ്മമാരോടാണല്ലോ. അപ്പം അത്തരത്തില് എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ അയാളുടെ ബാല്യകാലത്തോ അയാളുടെ പഠനകാലത്തോ പട്ടാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഉമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്കുള്ളതായി ഉമ്മയ്ക്ക് അറിയാമോ? അയാൾ പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടോ? എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. വാപ്പാട് ഒരിക്കൽ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. വാപ്പാക്ക് ഓർമ്മയില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ വാപ്പാട് ഞാൻ ചോദിച്ചു, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോ എപ്പോഴോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ കയറട്ടെ. അപ്പൊ അതെന്തിനപ്പോ നീ ഡോക്ടറിന് പഠിച്ചല്ലേന്നോ എന്തോന്ന് പറഞ്ഞു. അല്ലാതെ നമുക്ക് ഈ മതപരമായിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മദ്രസയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. മതത്തിനെ പറ്റി മറ്റുള്ളവരെ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുന്ന എന്റെ മാമ തന്നെ പട്ടാളത്തിലായിരുന്നു. അങ്ങനെയുള്ള ഒരാള് പട്ടാളത്തിൽ ചേരാന്ന് പറയോ? അതിപ്പോ അവനൊരു തൊട്ട് കിട്ടാൻ വേണ്ടിട്ട് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതിനെ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാ വാപ്പ എപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വാപ്പ പറയുന്നുണ്ട്. ആളെ ഒരു ഓർമ്മയില്ലാത്ത ആളാ. വന്നിട്ട് ഓർമ്മയ്ക്കൊക്കെ തകരാറുള്ള ആളാ. അത് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടൊന്നുമില്ല. വാർദ്ധക്യം ബാധിച്ച രോഗിയായ ഒരു ഉമ്മയുടെ നെഞ്ച് ഇത്തരത്തിൽ വേദനിപ്പിച്ചാൽ അത് എന്തിനോ ആവട്ടെ നന്നായിരിക്കുമോ അയാൾ? തൻ്റെ മകനെ കുറിച്ച് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാതിലെത്തുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് എത്ര വേദനിക്കും. തിരുത്തിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയ 2 പേർക്കും ഇനി അതിനൊന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ വയസ്സായ ഉമ്മ മനസ്സ് നീറി ജീവിക്കുക എന്ന് മാത്രമാണ് വിധി. ആരിഫ് ഹുസൈൻ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഭയാനകമായ വിഭാഗീയ ചിന്താഗതിയും പച്ചയായി പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെയും ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഗൗരവമായ വശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉമ്മായും ബാപ്പായും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങള് മനസ്സിലാക്കിയിട്ട് പറയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ശരിയാകുന്നില്ലല്ലോ. പിന്നെ വേറെ ഒന്നും അത് കൂട്ടുകാരുടെ കൂടെ കൂടി ഇത് കഴിഞ്ഞിപ്പോ നന്നാവണമെങ്കിൽ വെച്ചാൽ തന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല. പിന്നെ അത് മാത്രല്ല ഇപ്പൊ കൂട്ടെന്ന് പറയുന്ന അതിന്റെ ഇത് കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ തീവ്ര ഹിന്ദുത്വവാദികള്
നല്ല ഗ്ലാമറാണ്, അങ്ങനാണ് ഇങ്ങനാണ് പറഞ്ഞിട്ട് അതിനെങ്ങനെ കേട്ടുന്ന ആൾക്കാരില്ലേ? അതെ അതെ ഉണ്ട്. അവരാണ് ഇപ്പൊ അവന്റെ ശത്രുക്കള്. അത് ശരി. അല്ല, ഈ ഉമ്മാടത്ത് എപ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് ഈ ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഈ അപകടകരമായ അവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്? കാരണം ഞാൻ ഈ ആരിഫ് ഹുസൈന്റെ ചില വീഡിയോസുകൾ കാണുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ പച്ചയായ കലാപാഹ്വാനമാണ്. അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ പോലും ഒരു വിഭാഗം ആളുകൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ആരിഫ് ഹുസൈൻ ഒരു കത്തിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ്, ഞാൻ മുസ്ലിങ്ങളെ കൊല്ലാൻ ഞാൻ മുമ്പന്തിയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അയാളുടെ പിറകെ ഇറങ്ങി പുറപ്പെടാൻ ഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇവിടെ അവരുടെ തലച്ചോറിൽ അങ്ങനെ ഒരു ചിന്ത ആരിഫ് ഹുസൈൻ കുത്തിവെച്ചിട്ടുണ്ട്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്കാണ് ആരിഫ് ഹുസൈൻ ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ ഉമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവനാരെങ്കിലും എന്തേലും ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ വായ നടന്നു കിട്ടിയാൽ മതി. പിന്നെ ഞാന് ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്നവരാണെങ്കില് ഞങ്ങളുടെ അയൽവാസികളൊക്കെ ഹിന്ദുക്കളായിട്ട് ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ട്. രക്തമൊക്കെ അങ്ങനെ കാണാൻ എനിക്ക് സുഖമില്ല അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അവർക്കൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ നമ്മളോടൊക്കെ മനസ്സിലാവും. സ്കൂളിലാണെങ്കിലും ഹിന്ദു കുട്ടികളല്ലേ അധികമുള്ളൂ, മുസ്ലിംസ് വളരെ കുറവാണ്. അവർക്കൊക്കെ നല്ല സ്നേഹമായിരുന്നു. എന്തായാലും ഉമ്മായിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. നമ്മള് ഈ വീട്ടിൽ മക്കൾ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാല്, പ്രത്യേകിച്ച് ഈ ഹൈന്ദവ മതത്തിലൊക്കെ ചില അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ ഒരു അസുരവിത്ത് എന്റെ ഉദരത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്ന്. എപ്പോഴെങ്കിലും ഉമ്മാക്ക് അങ്ങനൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ എന്റെ ഗർഭപാത്രത്തിന് എന്റെ മകള് നല്ലൊരു കുട്ടിയാ, അത് കാരണം ഞാൻ അവന്റെ പറിച്ചു കളയാത്ത, അല്ലെങ്കിൽ എന്റെ ഗർഭപാത്രം പോലും മകള് ഞങ്ങളെ കൂടെ അള്ളാഹിനെ പേടിച്ച് ഞങ്ങളെ നോക്കി ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവളുണ്ട്, അവരുടെ ഭർത്താവും. അപ്പൊ ഞാൻ ചെയ്യാത്തതല്ല. വേറെ ഈ വിഷയത്തായി പോയി എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ ആരിഫ് ഹുസൈനും ദിയാഖത്ത് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധയ്ക്കെതിരെ, മതത്തിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരിൽപ്പെട്ട ഒരാളാണ് ഞാനും. എന്റെ പേര് ഹസൻ എന്നാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി സ്വദേശിയാണ് ഞാൻ. ആ, അപ്പോ ഈ എപ്പോഴെങ്കിലും ആരിഫിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അതോ ആരിഫിനെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി മുർത്തദ്ദായി ജീവിക്കുന്ന മകനെന്ന നിലയിൽ പൂർണ്ണമായും അവനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അല്ല, ഒരു ഉമ്മയുടെ മനസ്സെപ്പോഴും മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ, അവൻ തെറ്റിതിരുത്തി തിരിച്ചു വരണമെന്നൊക്കെയാണ്. പക്ഷെ നൂഹ് നബിയുടെ ചരിത്രം ഉമ്മായിക്ക് അറിയാമല്ലോ. അറിയാം, ഞാൻ അവനോട് പറയുകയും ചെയ്ത കാര്യം. അതെ. അവസാനമായി ആരിഫിനെ കണ്ടതെന്നാണ് ഉമ്മ? 2 വർഷം മുമ്പ്. അപ്പൊ സ്വന്തം ഉമ്മയെ സംരക്ഷിക്കാനോ ഉമ്മയെ അന്വേഷിക്കാനോ ചെയ്യാത്ത ഒരാള് ഈ സമൂഹത്തിൽ മുന്നേറ്റങ്ങളും ഒക്കെ തന്നെ ഏറ്റവും വലിയ കപടമല്ലേ? കുറെ പേര് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നവോത്ഥാന നായകൻ എന്നാണ്. സ്വന്തം ഉമ്മയെ അന്വേഷിക്കാനോ അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനോ ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കാൻ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരെ അടുത്തില്ലാത്ത ഒരു മകൻ എങ്ങനെയാണ് നവോത്ഥാന നായകനാവാൻ കഴിയുക? കാരണം അത് നമ്മുടെ സമുദായത്തെ ബാധിക്കുന്ന വിഷയമാണ്. ബാക്കി ഉമ്മ പറഞ്ഞതൊക്കെ ഒരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദനയാണ്. ആ വേദന മനസ്സിലാക്കി അതൊരു വസ്യത്തായി എടുത്ത് അതൊന്നും ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിക്കില്ല. ഈ തെറ്റിദ്ധാരണ ആരിഫ് ഹുസൈന്റെ ഉമ്മ പോലും ഈ വിഷയത്തിൽ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം അത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, നാട്ടില് മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. 2 വർഷത്തോളം മകനെ കാണാത്ത ആ ഉമ്മയുടെ വിഷമം അറിയാത്ത, മാതാപിതാക്കളുടെ സുഖമോ ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ സന്തോഷങ്ങളോ അറിയാത്ത ഇത്തരം മക്കളെ സമൂഹത്തിന് നൽകിയതിന് ആ മാതാപിതാക്കളെ വെറുത്ത് ചീത്ത പറയുന്നവരും കുറവാവില്ല. ആരിഫ് ഹുസൈൻ്റെ ഉമ്മയുടെ ഈ ഇൻ്റർവ്യൂ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പലരും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ട ആരിഫ് പെറ്റമ്മയെ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുന്ന നമുക്ക് വിഷമമുണ്ടാക്കും. മകൻ ഡോക്ടറാവാൻ വേണ്ടി പഠിപ്പിച്ച തൻ്റെ രക്ഷിതാക്കളെ കൈയൊഴിയുന്നത്, അത് പ്രകൃതി വേറൊരു രീതിയിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കും. എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ലാഭം കൊയ്യുന്ന ആരിഫിന് കാലം മറുപടി നൽകും. അത് കാണാൻ ആരിഫിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആയുസ്സുണ്ടാവട്ടെ. അതെല്ലാം അവരാണ് ആരെക്കാളും കാണാൻ ഈ ലോകത്ത് അർഹർ. കാരണം നൊന്തുപെറ്റത് അവരാണല്ലോ.